നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടി പുരോഗമിക്കുന്നു. മരിച്ച 15 ഇന്ത്യക്കാരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസും ഭാര്യ ലൊവീനയുമാണ് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട മലയാളികൾ. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ നവീകരണം നീളാൻ സാധ്യത. പ്ലാനിൽ മാറ്റങ്ങൾ നിർദ്ദേശിച്ചതോടെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നീളാനുള്ള സാധ്യത വർദ്ധിച്ചത്. ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ RN സിംഗ് റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചു. വീട്ടിലേക്കുള്ള വൈദ്യുതി തകരാർ പരിഹരിക്കുന്നതിനിടെ ലൈൻമാൻ ഷോക്കേറ്റ് മരിച്ചു. പുത്തൂർ KSEB ഓഫീസിലെ ലൈൻമാൻ പന്മന സ്വദേശി Y അൽത്താഫ് ആണ് മരിച്ചത്. ആറ്റുപാശ്ശേരിയിലായിരുന്നു അപകടം. നാടക സംവിധായകനും അഭിനേതാവും നിർമ്മാതാവുമായിരുന്ന ബേബിക്കുട്ടൻ തൂലികയ്ക്ക് യാത്രാമൊഴി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം. വ്യത്യസ്തമായ അവതരണ ശൈലി കൊണ്ട് ശ്രദ്ധ നേടിയ കലാകാരനാണ് വിടവാങ്ങിയത്. വിശദമായ വാർത്തകളിലേക്ക്. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടി പുരോഗമിക്കുന്നു. മരിച്ച 15 ഇന്ത്യക്കാരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ വിയറ്റ്നാമിൽ പൂർത്തിയായി. മൃതദേഹങ്ങൾ വിവിധ വിമാനങ്ങളിൽ സ്വന്തം നാടുകളിലേക്ക് എത്തിക്കാനാണ് നീക്കം. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസും ഭാര്യ ലൊവീനയുമാണ് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട മലയാളികൾ. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ വിയറ്റ്നാമിൽ പൂർത്തിയായി. മൃതദേഹങ്ങൾ വിവിധ വിമാനങ്ങളിൽ സ്വന്തം നാടുകളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസും ഭാര്യ ലൊവേനിയുമാണ് അപകടത്തിൽ മരിച്ചത്. 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. വിയറ്റ്നാമിലെ ഫൂക്കോക്കിന് സമീപമാണ് ബോട്ട് മറിഞ്ഞ് അപകടമുണ്ടായത്. ഹോൺമെയ് റൂട്ട് എൻഗോയ് ദ്വീപിൽ നിന്നും ആൻഡോയ് തുറമുഖത്തേക്ക് യാത്ര തിരിച്ച ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. യാത്ര തിരിച്ച് 400 മീറ്റർ പിന്നിട്ടതോടെയായിരുന്നു അപകടം. കടൽ പ്രക്ഷുബ്ധമായതും ശക്തമായ കാറ്റും അപകടത്തിന് കാരണമായെന്നാണ് വിവരം. ബോട്ട് തലകീഴായി മറിഞ്ഞു. സമീപത്തുണ്ടായിരുന്ന ബോട്ടുകളാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിനായി സ്ഥലത്തെത്തിയത്. പിന്നാലെ അതിർത്തി രക്ഷാസേനയും നാവികസേനയും കോസ്റ്റ് ഗാർഡും ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിനായി എത്തി. ജൂലൈ 7-നാണ് തോമസും ലൊവേനിയും വിയറ്റ്നാമിലേക്ക് യാത്ര പോയത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലഭിച്ച ടൂർ പാക്കേജിലാണ് ഇവർ യാത്ര ചെയ്തതെന്നാണ് വിവരം. മെഡിക്കൽ വ്യാപാര രംഗത്തെ പ്രമുഖരായ വിക്ടറി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറാണ് AC തോമസ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ നവീകരണം നീളാൻ സാധ്യത. പ്ലാനിൽ മാറ്റങ്ങൾ നിർദ്ദേശിച്ചതോടെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നീളാനുള്ള സാധ്യത വർദ്ധിച്ചത്. ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ RN സിംഗ് എത്തിയാണ് പ്ലാനിലെ മാറ്റങ്ങൾ നിർദ്ദേശിച്ചത്. ഈ വർഷം അവസാനം നവീകരണ ജോലികൾ പൂർത്തിയാകുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. 361.17 കോടി രൂപ വിനിയോഗിച്ചാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. 2027 പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യം. തുടർച്ചയായി രൂപരേഖയിൽ മാറ്റം വരുത്തേണ്ടി വരുന്നതോടെ നിർമ്മാണം വീണ്ടും വൈകാനാണ് സാധ്യത. കൊല്ലത്തെത്തിയ ദക്ഷിണ മേഖല റെയിൽവേ ജനറൽ മാനേജർ നിർമ്മാണ പുരോഗതി നേരിട്ട് വിലയിരുത്തി. എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥരുമായി അവലോകന യോഗവും നടത്തി. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ പ്രദർശിപ്പിച്ച പദ്ധതിയുടെ വിശദമായ രൂപരേഖ പരിശോധിച്ച ശേഷം 1-ാം ടെർമിനലിൽ നിന്നുള്ള നിലവിലെ ഫുട് ഓവർ ബ്രിഡ്ജ് നിലനിർത്തണമെന്ന നിർദ്ദേശം ജനറൽ മാനേജർ നൽകിയതായാണ് വിവരം. പുതിയ നിർദ്ദേശപ്രകാരം രൂപരേഖ വീണ്ടും തയ്യാറാക്കി സാങ്കേതിക അനുമതി ഉൾപ്പെടെ നടപടികൾ പൂർത്തിയാക്കേണ്ടി വരും. ഇതുമൂലം പദ്ധതിക്ക് മാസങ്ങളുടെ കാലതാമസം നേരിടാൻ സാധ്യതയുണ്ടെന്നാണ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ വിലയിരുത്തൽ. പ്രധാന നിർമ്മാണ പ്രവൃത്തിയായ എയർ കോൺകോഴ്സാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 135 മീറ്റർ നീളത്തിൽ 36 മീറ്റർ വീതിയിൽ 2 ടെർമിനലുകളെയും ബന്ധിപ്പിച്ചാണ് ആധുനിക മേൽപ്പാലം നിർമ്മിക്കുന്നത്. 4417 ചതുരശ്ര മീറ്ററാണ് വിസ്തീർണം. ഇതിൽ യാത്രക്കാരുടെ സഞ്ചാരപാതയും വിപുലമായ വാണിജ്യ സമുച്ചയവും ഉണ്ടാകും. 12 മീറ്റർ വീതിയിൽ 5 പ്ലാറ്റ്ഫോമുകളെയും ബന്ധിപ്പിച്ചാണ് ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കേണ്ടത്. സർക്കുലേറ്റിംഗ് ഏരിയ, ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയ പ്രവൃത്തികളും നടപ്പാക്കണം. വിശ്രമിക്കാനുള്ള ഇരിപ്പിടങ്ങൾ, ഭക്ഷണശാല, ATM കൗണ്ടർ, വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവ കോൺകോഴ്സിൽ സജ്ജമാക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നാടക സംവിധായകനും അഭിനേതാവും നിർമ്മാതാവുമായിരുന്ന ബേബിക്കുട്ടൻ തൂലികയ്ക്ക് അന്ത്യാഞ്ജലി.
സാംസ്കാരിക, രാഷ്ട്രീയ, നാടക രംഗങ്ങളിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു ബേബിക്കുട്ടൻ അന്തരിച്ചത്. മലയാള നാടകരംഗത്തെ അതുല്യ പ്രതിഭയും ആദ്യകാല നാടക പ്രവർത്തകരിൽ പ്രധാനിയുമായിരുന്ന ബേബിക്കുട്ടന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. രാഷ്ട്രീയ, സാംസ്കാരിക, നാടകരംഗത്തെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. മന്ത്രി ഷിബു ബേബി ജോൺ ഉൾപ്പെടെ രാഷ്ട്രീയ രംഗത്തുള്ളവരും അദ്ദേഹത്തെ അവസാനമായി കാണാനെത്തി. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് വാർദ്ധക്യ സഹജമായ രോഗത്തെ തുടർന്ന് ബേബിക്കുട്ടൻ തൂലിക അന്തരിച്ചത്. തേവലക്കര പടിഞ്ഞാറ്റക്കര തുണ്ടിൽ വീട്ടിൽ കുഞ്ഞൻപിള്ളയുടെയും കമലമ്മയുടെയും രണ്ടാമത്തെ മകനായാണ് ഗോപിനാഥക്കുറുപ്പ് എന്ന ബേബിക്കുട്ടൻ തൂലിക. തേവലക്കര പടിഞ്ഞാറ്റക്കര തുണ്ടിൽ വീട്ടിൽ കുഞ്ഞൻപിള്ള കമലമ്മ ദമ്പതികളുടെ രണ്ടാമത്തെ മകനാണ് ഗോപിനാഥക്കുറുപ്പ് എന്ന ബേബിക്കുട്ടൻ തൂലിക. കൊല്ലം ഉപാസനയുടെ സൗപ്തികം എന്ന നാടകത്തിൽ കോൺസ്റ്റബിൾ കുറുപ്പ് എന്ന ഹാസ്യ കഥാപാത്രത്തിലൂടെയാണ് ഇദ്ദേഹം അരങ്ങിലേക്ക് എത്തിയത്. അരങ്ങിന്റെയും അണിയറയുടെയും കഥ പറയുന്ന മഹാറാണി എന്ന നാടകത്തിൽ വ്യത്യസ്തങ്ങളായ 6 വേഷങ്ങൾ ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. പള്ളിവേട്ട എന്ന നാടകത്തിലൂടെയാണ് നാടക രചനാ രംഗത്തേക്ക് കടന്നു വന്നത്. 1983 സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ലഭിച്ചു. തോപ്പിൽ ഭാസിയുടെ പേരിലുള്ള ആദ്യ പുരസ്കാരവും ബേബിക്കുട്ടനെ തേടിയെത്തി. അരങ്ങൊഴിയുമ്പോൾ തലമുറകളെ ത്രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അതുല്യ പ്രതിഭയെയാണ് മലയാള നാടക ലോകത്തിന് നഷ്ടമായത്. ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പലതുകൊണ്ടും അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു ഭാഗ്യം ചെയ്ത നാടകൃത്താണ്. ഭാഗ്യം ചെയ്ത നാടകൃത്ത് എന്ന് ഞാൻ പറയാൻ കാര്യം, ഈ പ്രൊഫഷണൽ നാടകത്തിൻ്റെ ഒരു വസന്തകാലം എന്നുവെച്ചാൽ ജനം മൊത്തം ഒരു ഉത്സവപ്പറമ്പിൽ പോലും ഇരുന്ന് നാടകം കാണാൻ കഴിയാത്ത മട്ടിൽ ആളുകൾക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടാതെ മടങ്ങിപ്പോകുന്നൊരു കാലഘട്ടം. അങ്ങനെ ഒരു കാലഘട്ടത്തിലെ അതിശക്തമായി നാടകം എഴുതാൻ കഴിയുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. പിന്നെ തോപ്പിൽ വാസി, എസൽപുരം, എൻ പിള്ള എന്ന് തുടങ്ങിയ KT മുഹമ്മദ് തുടങ്ങിയ പ്രഗത്ഭരായ നാടകൃത്തുക്കളുടെ പിന്തുടർച്ചക്കാരനായി വരാൻ കഴിയുന്നതും ഒരു നല്ല ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെതായ അതിശക്തമായ നാടകങ്ങളുണ്ട്. ലയവിന്യാസം, സമാസമം, അങ്ങനെ ഒരുപാട് നാടകങ്ങൾ അദ്ദേഹത്തിൻ്റെ അതിശക്തമായ നാടകങ്ങളുണ്ട്. ഒരേ സമയം പിന്നെ സംസ്ഥാന അവാർഡ്, സംഗീത നാടക അക്കാദമി അവാർഡ്, അതുപോലെ കേരളത്തിലെ എമ്പാടുമുള്ള ഈ പ്രൊഫഷണൽ നാടക സംബന്ധമായിട്ടുള്ള അവാർഡുകളിൽ ഏതാണ്ട് ഒട്ടുമുക്കാലും ബേബിക്കുട്ടന് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനും അദ്ദേഹം തങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ജ്യേഷ്ഠാനുജൻ ബന്ധം ആദ്യം തൊട്ട് ഈ അവസാന നിമിഷം വരെയും സംരക്ഷിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. ന്യൂസ് ബ്യൂറോ, ചവറ. വീട്ടിലേക്കുള്ള വൈദ്യുതി തകരാർ പരിഹരിക്കുന്നതിനിടെ ലൈൻമാൻ ഷോക്കേറ്റ് മരിച്ചു. പുത്തൂർ KSEB ഓഫീസിലെ ലൈൻമാൻ ചവറ പന്മന സ്വദേശി Y അൽത്താഫാണ് മരിച്ചത്. ആറ്റുവാശ്ശേരിയിലായിരുന്നു അപകടം. സുരക്ഷാ ബെൽറ്റ് ഉപയോഗിച്ചിരുന്നതിനാൽ താഴേക്ക് വീഴാതെ പോസ്റ്റിൽ തന്നെ കുടുങ്ങുകയായിരുന്നു. വീട്ടിലേക്കുള്ള വൈദ്യുതി തകരാർ പരിഹരിക്കാൻ വൈദ്യുതി തൂണിൽ കയറി സർവീസ് വയർ ശരിയാക്കുന്നതിനിടെയാണ് KSEB ലൈൻമാൻ ഷോക്കേറ്റ് മരിച്ചത്. പുത്തൂർ KSEB ഓഫീസിലെ ലൈൻമാൻ ചവറ പന്മന പുത്തൻചന്ത തറയിൽ പീടികയിൽ 47-കാരനായ Y അൽത്താഫാണ് മരിച്ചത്. ആറ്റുവാശ്ശേരിയിലായിരുന്നു അപകടം. സുരക്ഷാ ബെൽറ്റ് ഉപയോഗിച്ചിരുന്നതിനാൽ താഴേക്ക് വീഴാതെ തൂണിൽ തന്നെ കുടുങ്ങുകയായിരുന്നു. അരമണിക്കൂറോളം കഴിഞ്ഞ് കൊട്ടാരക്കരയിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് പോസ്റ്റിൽ നിന്നും അൽത്താഫിനെ താഴേക്ക് എത്തിച്ചത്. ഉടൻ തന്നെ പുത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.
പത്തനാപുരത്ത് അയൽവാസിയായ പെൺകുട്ടിയെ ആക്രമിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിൽ. പെൺകുട്ടിയുടെ അയൽവാസിയായ മിഥുനാണ് പിടിയിലായത്. വാട്ടർ ടാങ്കിൽ നിന്നും വെള്ളം പോകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. പത്തനാപുരത്ത് വീട്ടിൽ കയറി പെൺകുട്ടിയെയും വയോധികയെയും ആക്രമിച്ച കേസിലാണ് ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയുടെ സമീപവാസിയായ മിഥുനെയാണ് അറസ്റ്റ് ചെയ്തത്. മിഥുന്റെ പിതാവ് സുനിലിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. വാട്ടർ ടാങ്കിൽ നിന്നും വെള്ളം നിറഞ്ഞു പോകുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കഴിഞ്ഞ ദിവസമാണ് മിഥുൻ, പിതാവ് സുനിൽ എന്നിവർ ചേർന്ന് പെൺകുട്ടിയെ വീട്ടിൽ കയറി ആക്രമിച്ചത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മിഥുനും പിതാവ് സുനിലും ഇവരെ ശല്യം ചെയ്യുകയായിരുന്നെന്ന് പരാതിയുണ്ട്. ഇതോടെ പെൺകുട്ടിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി. വീട്ടിൽ ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് മിഥുനും മാതാപിതാക്കളും ചേർന്ന് ഇവരുടെ വീട്ടിൽ കയറി ആക്രമണം നടത്തിയത്. പത്തനാപുരം കല്ലുംകടവ് ശാലൂമ്പുരത്ത് വാടക വീട്ടിലാണ് പെൺകുട്ടിയും അമ്മയും താമസിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ആലപ്പുഴ പുന്നമടക്കായലിൽ ഓഗസ്റ്റ് 22-ന് നടക്കുന്ന 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം പ്രകാശനം ചെയ്തു. വള്ളം തുഴയുന്ന വേഴാമ്പലാണ് ഇത്തവണത്തെ ഭാഗ്യചിഹ്നം. പുന്നപ്ര സ്വദേശി ഹരിൻ തയ്യാറാക്കിയതാണ് ഭാഗ്യചിഹ്നം. KC വേണുഗോപാൽ MP പ്രകാശനം ചെയ്തു. ചലച്ചിത്ര താരം ഭാമ ഏറ്റുവാങ്ങി. പുന്നമടക്കായലിൽ ഓഗസ്റ്റ് 22-ന് നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമാണ് പ്രകാശനം ചെയ്തത്. KC വേണുഗോപാൽ MP ചലച്ചിത്ര താരം ഭാമയ്ക്ക് ഭാഗ്യചിഹ്നം കൈമാറിയായിരുന്നു പ്രകാശനം. മന്ത്രി M ലിജു മുഖ്യാതിഥിയായി. പുന്നപ്ര സ്വദേശി ഹരിനാണ് വള്ളം തുഴയുന്ന വേഴാമ്പൽ എന്ന ഭാഗ്യചിഹ്നം തയ്യാറാക്കിയത്. മാവേലിക്കര രാജാരിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സിലെ അപ്ലൈഡ് ആർട്സ് ലെക്ചർമാരായ KA ഷാഹിർ, VM ബിനോയി, ആർട്ടിസ്റ്റ് സതീഷ് വാജ്പേയിൽ എന്നിവരായിരുന്നു ഭാഗ്യചിഹ്നത്തിന്റെ വിധികർത്താക്കൾ. പ്രകാശന ചടങ്ങിൽ നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ ഷാജി വി നായർ അധ്യക്ഷത വഹിച്ചു. MLA-മാരായ AD തോമസ്, G സുധാകരൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A മഹേന്ദ്രൻ, ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ, നഗരസഭാ ചെയർപേഴ്സൺ മോളി ജേക്കബ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് C പ്രേംജി, RDO J മോബി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. മാനസിക വെല്ലുവിളി നേരിടുന്നയാൾ ഓടയിൽ കുടുങ്ങി. കൊല്ലം ആശ്രമം ആലയിൽ ജംഗ്ഷന് സമീപമാണ് സംഭവം. കഴിഞ്ഞ ദിവസം ഇയാൾ ഓടയിലേക്ക് സ്വയം ഇറങ്ങുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ആലയിൽ സ്വദേശി ഗിരീഷാണ് ഓടയ്ക്കുള്ളിൽ അകപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഇയാൾ ഇതിനുള്ളിലേക്ക് സ്വയം ഇറങ്ങുകയായിരുന്നെന്ന് പ്രദേശവാസികൾ പറയുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്ന ഇയാൾ ചികിത്സ തുടരുന്നതിനിടെയാണ് സംഭവം. ഇതിനു മുമ്പും ഇയാൾ ഓടയിൽ കയറി ഇരുന്നിട്ടുണ്ട്. കഷ്ടിച്ച് ഒരാൾക്ക് കയറിപ്പോകാൻ പറ്റുന്ന ഓടയിലാണ് യുവാവ് കയറിയിരിക്കുന്നത്. അഗ്നിരക്ഷാസേനയും പോലീസും ഇയാളെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നാട്ടുകാരിൽ ഒരാൾ അഗ്നിരക്ഷാസേനയുടെ സഹായത്തോടെ ഓടയ്ക്കുള്ളിൽ കയറി ഇയാളെ പുറത്തെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും കയ്യിൽ കരുതിയിരുന്ന ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് മർദ്ദിക്കാൻ ശ്രമിച്ചു. തുടർന്ന് രക്ഷിക്കാനെത്തിയ യുവാവ് ശ്രമം ഉപേക്ഷിച്ചു. ഇയാൾ ലഹരിക്കും അടിമയാണെന്നാണ് സൂചന. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് എന്നെ ഇവിടുത്തെ വീട്ടുകാർ വിളിച്ച പ്രകാരം ഞാൻ ഇവിടെ വന്നത്. ആ സമയത്ത് അതിനകത്തൊരു പുള്ളിക്കാരൻ മാനസികമായിട്ട് കുറച്ച് പ്രശ്നമുള്ള ആളാണ്. അപ്പോൾ അതായത് പുള്ളി അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ഫയർഫോഴ്സിനെയും ഈസ്റ്റിലെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അവർ 2 കൂട്ടർ ഇവിടെ എത്തി. പക്ഷേ ആ സമയത്ത് പുള്ളി പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. കുറേ പരിശ്രമിച്ചു, നാട്ടുകാരും ഒക്കെ ആയിട്ട് കുറേ പരിശ്രമിച്ചു. പക്ഷേ പുള്ളി ഇറങ്ങി വരാൻ കൂട്ടാക്കുന്നില്ലായിരുന്നു. രാത്രിയിലും ഒക്കെ ഞങ്ങൾ കുറേ പ്രാവശ്യം പലരായിട്ട് മാറി തിരിഞ്ഞൊക്കെ വന്ന് വിളിക്കുകയുണ്ടായി. എന്നിട്ടും പുള്ളി വന്നില്ല. ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും വീണ്ടും അതിനകത്ത് സൗണ്ട് കേൾക്കുന്നത് പ്രകാരം വീണ്ടും ഞാൻ ഈസ്റ്റിലും ഫയർഫോഴ്സിൽ അറിയിച്ചതിനെ തുടർന്ന് അവർ വരികയും ബാക്കി കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു. പക്ഷേ ഇതുവരെ പുള്ളി പുറത്തോട്ട് വരാൻ തയ്യാറായിട്ടില്ല. ഏകദേശം 1 ദിവസത്തിൽ കൂടുതലായി പുള്ളി അതിനകത്ത് കുടുങ്ങിയതിന് ശേഷം കുടുങ്ങിയതാണ്, സ്വയം അതിനകത്ത് ഇരിക്കുകയാണെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് കയറാനും പറ്റുന്നില്ല. പുള്ളിയുടെ കയ്യിലൊരു വടി പോലെ എന്തോ ഒരു സംഭവം കയ്യിലിരിപ്പുണ്ട്. അതുകൊണ്ട് കയറാൻ ചെല്ലുന്നവരെ അത് വെച്ച് ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ളിലോട്ട് എന്താ ഉള്ളത്? അതിനകത്ത് അവർ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അത് പറഞ്ഞു തരാൻ അറിയത്തില്ല. ഇപ്പം ഇവിടെയുള്ള വർഷങ്ങൾക്ക് മുമ്പുള്ള ഓടയാണിത്. അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർ പറയുന്നത് അകത്തോട്ടൊരു മാൻഹോൾ പോലെ ഒരു കുഴിയുണ്ടെന്ന് പറയുന്നു. ഒരു കർവുമാണ് അതിനകത്തുള്ളതെന്നാണ് പറയുന്നത്. പൊതുപ്രവർത്തകനായ ശക്തികുളങ്ങര സ്വദേശി ഗണേശൻ റോഡരികിൽ കിടന്ന ഗിരീഷിനെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ 1 വർഷം മുമ്പ് എത്തിച്ച് ചികിത്സ നൽകിയിരുന്നു. ഇയാൾ 3 ദിവസം വരെ ഓടയ്ക്കുള്ളിൽ കയറി ഇരിക്കാറുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. തനിയെ ഇറങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് പോലീസും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും. ഇയാൾ ഇവിടെ അടുത്തുള്ള ആളാണോ? അതെ അതെ അതെ. എന്താ അയാളുടെ പേര്?
പേര് ഗിരീഷ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ എല്ലാവരും ആ പേര് വെച്ച് വിളിക്കുന്നുണ്ട്. പുള്ളി ഇയാൾ എന്തെങ്കിലും മാനസിക പ്രശ്നമുള്ളതാണോ? തീർച്ചയായിട്ടും മാനസികമായിട്ട് പ്രശ്നമുള്ള ആളാണ്. 2-3 ട്രിപ്പ് നമ്മളുടെ പേരുകൾക്കിടയിലൊക്കെ കൊണ്ടുപോയ വ്യക്തിയാണ്. ഇപ്പോൾ തുടർന്നും വീണ്ടും പ്രശ്നം ഉണ്ടായപ്പോൾ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. എത്ര വയസ്സുണ്ടാവും ഇയാൾക്ക്? 40ഓളം വയസ്സുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സംഭവം അറിഞ്ഞ് മേയർ ഉൾപ്പെടെ ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരളത്തിൽ CPIM-ന് സംഭവിച്ചത് ബംഗാളിലും ത്രിപുരയിലും പോലെയുള്ള വൻ തകർച്ചയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. BJP കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ ദ്വിദിന പഠന ശിബിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കരുനാഗപ്പള്ളി പുതിയകാവിലാണ് BJP മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദ്വിദിന പഠന ശിബിരം സംഘടിപ്പിച്ചത്. പഠന ശിബിരത്തിന്റെ ഉദ്ഘാടനം BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ബംഗാളിലും ത്രിപുരയിലും മാർക്സിസ്റ്റ് പാർട്ടി നേരിട്ടതുപോലെയുള്ള വൻ തകർച്ചയാണ് കേരളത്തിൽ സംഭവിച്ചതെന്നും അടുത്ത 5 വർഷം കൊണ്ട് അധികാരത്തിലെത്താൻ കഴിയുന്ന തരത്തിലേക്ക് BJP മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ശാസ്ത്രീയവും പ്രായോഗികവുമായിട്ടുള്ള പ്രത്യയശാസ്ത്രം അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ ഉള്ളൂ. അതാണ് മറ്റു പാർട്ടികൾ നമ്മുടെ പ്രസ്ഥാനത്തെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെയാണ് ഈ ശിബിരത്തില് വിവിധ കലാംശങ്ങളില് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കൂ, ഈ വ്യത്യസ്തത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞു. ഈ വ്യത്യസ്തത നമ്മൾ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഈ വ്യത്യസ്തത കാണുന്നില്ലേ? നിങ്ങൾ അടിസ്ഥാന പ്രത്യയശാസ്ത്രം ഏകാത്മമാനവ ദർശനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട് അന്ത്യോദയം എന്ന് പറയുന്നത്. അന്ത്യോദയം എന്ന് പറയുന്നത് ജീവിതത്തിലുള്ള സമൂഹത്തിൽ ഏറ്റവും താഴേ തലത്തിൽ ജീവിക്കുന്നവരെ കൈപിടിച്ചു നിർത്തുക, അവരുടെ ജീവിതത്തിനും അവരുടെ ക്ഷേമത്തിനും മുൻഗണന നൽകുക. BJP നിയോജകമണ്ഡലം പ്രസിഡന്റ് R മുരളി അധ്യക്ഷത വഹിച്ചു. മുഴുവൻ ആൾക്കാരുടെയും നമ്മുടെ സംഘടനയെ കുറിച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുകയും മറ്റ് സംഘടനാ സംവിധാനങ്ങളെ കുറിച്ച് അറിയുകയും മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നവരുടെ മുഴുവൻ പ്രവർത്തകരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും ഇതേപോലെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ കരുനാഗപ്പള്ളിയിലും അതിന്റെ ഭാഗമായിട്ട് ഇന്ന് 5:30 നമ്മൾ നിശ്ചയിച്ചിരുന്നത്. ദക്ഷിണ മേഖലാ ജനറൽ സെക്രട്ടറി AG ശ്രീകുമാർ, B ശ്രീകുമാർ, ജിതിൻ ദേവ, KR രാജേഷ്, ശാലിനി രാജീവ, യസുബിൻ, ജോബ് പോച്ചയിൽ, ക്ലാപ്പന മുഹമ്മദ്, ശിവകുമാർ, കൃഷ്ണകുമാർ, സുനിത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU-ന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മിഷൻ സമുദ്ര കടലും കരയും വിൽപ്പന ലക്ഷ്യം എന്ന പേരിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. CITU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് J മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു. ധാതുക്കൾ തങ്ങളുടെ കയ്യിൽ ഇരിക്കണമെന്ന കോർപ്പറേറ്റ് താൽപര്യമാണ് മിഷൻ സമുദ്രയ്ക്ക് പിന്നിലെന്ന് മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. കൊല്ലം ജില്ലാ മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU-ന്റെ നേതൃത്വത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. മിഷൻ സമുദ്ര കടലും തീരവും വിൽപ്പന ലക്ഷ്യം എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. CITU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് J മേഴ്സിക്കുട്ടിയമ്മ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കടലും കടൽ വിഭവങ്ങളും പരിസ്ഥിതിയും അട്ടിമറിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഉയരേണ്ടതെന്നും മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം മിഷൻ സമുദ്രയ്ക്കെതിരെ പ്രതിഷേധമുയർത്തണമെന്നും മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. മനുഷ്യനെ നിലനിർത്തുന്നത് എങ്ങനെയാണ്? പാരിസ്ഥിതികമായി ലോക കടൽ, നമ്മുടെ സമുദ്രം, നമ്മുടെ ലോകത്തിന്റെ പാരിസ്ഥിതിക സ്ഥിതിയെ സംരക്ഷിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് H ബേസിൽ ലാൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ടോംസൺ ഗിൽബർട്ട്, ജില്ലാ സെക്രട്ടറി S ജയമോഹൻ, അനുബന്ധ മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് സഫറുള്ള, മത്സ്യഫെഡ് ഡയറക്ടർ ബോർഡ് അംഗം രാജാദാസ്, ജൂലി H, ബിജു സെബാസ്റ്റ്യൻ, വേണു, ജാക്സൺ, വിൻസെന്റ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മൊബൈൽ ഫോണും പണവും അപഹരിച്ച കേസിൽ ഒരാൾ പിടിയിൽ. കായംകുളം ദേവികുളങ്ങര പ്രയാർ സ്വദേശി ഷുക്കൂർ ലിഖാസ് ആണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ മൈനാഗപ്പള്ളി സ്വദേശിയെ ആക്രമിച്ച് പണവും ഫോണും കവർന്ന കേസിലാണ് അറസ്റ്റ്. മൊബൈൽ ഫോണും പണവും അപഹരിച്ച കേസിലാണ് ദേവികുളങ്ങര പ്രയാർ വടക്കേ ചൂരക്കാട്ട് ഷുക്കൂർ ലിഖാസ് പിടിയിലായത്. കഴിഞ്ഞ മാസം 29-ന് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൈനാഗപ്പള്ളി സ്വദേശി സുനിൽകുമാറിനെ ആക്രമിച്ച് പണവും മൊബൈൽ ഫോണും അപഹരിച്ച കേസിലാണ് അറസ്റ്റ്. കേസിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 2 പേരെ നേരത്തെ പിടികൂടിയിരുന്നു. ഒളിവിലായിരുന്ന ഷുക്കൂറിനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും.
വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടി പുരോഗമിക്കുന്നു. മരിച്ച 15 ഇന്ത്യക്കാരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസും ഭാര്യ ലൊവീനയുമാണ് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട മലയാളികൾ. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ നവീകരണം നീളാൻ സാധ്യത. പ്ലാനിൽ മാറ്റങ്ങൾ നിർദ്ദേശിച്ചതോടെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നീളാനുള്ള സാധ്യത വർദ്ധിച്ചത്. ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ RN സിംഗ് റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചു. വീട്ടിലേക്കുള്ള വൈദ്യുതി തകരാർ പരിഹരിക്കുന്നതിനിടെ ലൈൻമാൻ ഷോക്കേറ്റ് മരിച്ചു. പുത്തൂർ KSEB ഓഫീസിലെ ലൈൻമാൻ പന്മന സ്വദേശി Y അൽത്താഫാണ് മരിച്ചത്. ആറ്റുപാശ്ശേരിയിലായിരുന്നു അപകടം. നാടക സംവിധായകനും അഭിനേതാവും നിർമ്മാതാവുമായിരുന്ന ബേബിക്കുട്ടൻ തൂലികയ്ക്ക് യാത്രാമൊഴി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം. വ്യത്യസ്തമായ അവതരണ ശൈലി കൊണ്ട് ശ്രദ്ധ നേടിയ കലാകാരനാണ് വിടവാങ്ങിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.